എന്റെ പൊന്നടി സമയം എത്രയായി? മുഹൂർത്തം തെറ്റും. ആ ചെറുക്കനെ കൂട്ടരെ ഇതുവരെ കണ്ടില്ലല്ലോ. ആണോ? കണക്കായി പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഈ ചുറ്റുവട്ടത്തുള്ള ഈ ചന്ദ്രനിലുള്ള ഏതെങ്കിലും ഒരു ചെറുക്കൻ മതി എന്ന് പറഞ്ഞാണോ? അപ്പൊ നിങ്ങൾക്ക് ഭൂമിയിലുള്ള ചെറുക്കൻ തന്നെ വേണമെന്ന് അനുഭവിച്ചു. എന്റെ ഭൂമിയിലുള്ള എന്റെ കാരണന്മാരെ ഇവളോട് ക്ഷമിക്കണേ. എടി 2050 വരെ നമ്മൾ താമസിച്ച ഭൂമിയാ. ആ ഭൂമി ഇപ്പൊ നിനക്ക് കുറ്റമാണ് പോലും, കുറ്റം. അയ്യോ, ഭൂമിയുടെ ഗുണം കൊണ്ടാണല്ലോ ചന്ദ്രനിലോട്ട് കെട്ടും പാണ്ടം എടുത്തോണ്ട് പോകുന്നത്. അമ്മേ, എന്റെ കൂട്ടുകാരും വഴിതെറ്റു പോയി. അയ്യോ, പോയോടി. അങ്ങനെയല്ല, അവര് കല്യാണത്തിന് വന്നില്ലേ, അപ്പൊ വഴിതെറ്റി വേറെ ഏതോ ഗ്രഹത്തിൽ പോയെന്ന്. അച്ഛാ, നാസയിലേക്ക് ഒന്ന് വിളിച്ചിട്ടേ കറക്റ്റ് മാപ്പ് ഒന്ന് അയച്ചു കൊടുക്കാൻ പറയൂ. അയ്യോ, എന്റെ മോളെ നാസയിലോട്ടൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഒടുക്കത്തെ ചെലവാന്നേ. നമുക്ക് ISROയിലോട്ട് വിളിക്കാം. അതാകുമ്പോ ചെലവ് ചുരുക്കുക. അവരൊരു തേങ്ങ പൊതിക്കുന്ന ലാഭത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരും. അതെ, ചെറുക്കനും കൂട്ടരാന്ന് തോന്നുന്നു. ഓക്കെ. ഹലോ ആൽഫ ബീറ്റ. ഓക്കെ, 1 2 3 4 കോളിംഗ്. ആക്യുറസി. അതെ. നിങ്ങൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾ ലാൻഡ് ചെയ്താൽ മതി. ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? കുഴപ്പമില്ല. ഇത് ഭൂമിയിലെ പോലെ ഇവിടെ ലാൻഡിങ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ലാൻഡർ ചന്ദ്രനിലേക്ക് ഇടിച്ചിറക്കിക്കോളൂ. ഓക്കെ, ശരി. നോക്കി നിക്കുവാ. ഇങ്ങനെ തലാന്ന് പറഞ്ഞിട്ട് വന്നാലേ ചെറുക്കൻ വിചാരിക്കും നിനക്ക് കല്യാണം കഴിക്കാൻ മുട്ടി നിക്കുവന്ന്. അകത്താണ് കയറിപ്പോ. എന്നിട്ട് നാണത്തോടെ വന്നാ മതി കേട്ടോ. വിളിക്കുമ്പോ പോ കയറിപ്പോ. ദൈവമേ, ഒരു കല്യാണം നടത്താൻ ചെറുക്കനെ കൂട്ടരും വരുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ടോ? നമ്മളൊക്കെ നിക്കല്ലേ? ഞങ്ങളെല്ലാവരും താഴ്ത്തിരിക്കല്ലേ? പേടിക്കണ്ട. ഇതെന്ത് മെനകെട്ട സ്ഥലമാടാ ഇത്. ഒരു കാല് വെച്ചിട്ട് അടുത്ത കാല് നിലത്ത് കുത്തണമെങ്കിൽ ഒരാഴ്ച സമയം എടുക്കും. ഇതിപ്പോ എന്താ പറ്റിയേ? ഞാൻ താഴോട്ട് കാല് വെച്ചതും നേരെ മേളോട്ട് പൊങ്ങിപ്പോയി. ഇവൻ ഭാഗ്യത്തിന് എന്റെ കാലിൽ പിടിച്ചോണ്ടാണ് എന്നെ പിടികിട്ടത്. അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ചെന്ന് പറ്റിപ്പിടിച്ചിരുന്നേനെ. അയ്യോ, ഇതാരാ ഇത്? മാമനാ. ഒഴിവാക്കി കൂടായിരുന്നോ? പശ എന്താ ശശിമാമൻ എന്ന് പറഞ്ഞതാ. പറഞ്ഞു കൊടുക്കടാ. കുഴപ്പമില്ല. അതായത് ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി ഗ്രാവിറ്റി കുറവാണ്. അതുകൊണ്ടാണ് സംഭവം ഇങ്ങനെ പോയത്. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി ഗ്രാവിറ്റി കുറവാണ്. അതാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. കണക്കായി പോയടാ. നാണം കെട്ട മെനകെട്ടവനെ. എന്ത് എടാ, ഭൂമിയിൽ എത്ര അന്തസ്വാഭിമാനമുള്ള ഗ്രാവിറ്റിയുള്ള കുടുംബത്തിൽ ഞാൻ പെണ്ണ് കാണിച്ചതിന് നിനക്കത് പോരാ. ചന്ദ്രന് വന്ന് കയറണത് കേട്ടില്ലേ? അവരുടെ കുടുംബം അവർക്ക് ഗ്രാവിറ്റി കുറവാണെന്ന്. എന്റെ മാമ ഗ്രാവിറ്റി എന്ത് വിചാരിച്ചിട്ടാ മാമ? എന്താണ് ഗ്രാവിറ്റി? ഗുരുത്വാകർഷണം. ഇവന് ഗുരുത്തമില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കേട്ടേനെ. ഇവൻ ഈ ഗ്രാവിറ്റി ഇല്ലാത്ത ഈ കുടുംബത്തിൽ വന്ന് കയറേണ്ട കാര്യമുണ്ടായിരുന്നോ? അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. പിന്നെ നിങ്ങളെ ഞാൻ പുകഴ്ത്തി കയറ്റി വെക്കാം. എന്റെ കൊച്ചിനെ അങ്ങ് ചൊവ്വേന്ന് നല്ല കല്യാണാലോചന വന്നത് അറിയാവോ? അതാണോ ചൊവ്വ? അതാ ചൊവ്വ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കലണ്ടറിലാണ് ചൊവ്വ. മാമനൊന്നും ഉണ്ടായിരിക്കും. ചൊവ്വേന്ന് വന്നിട്ട് എന്താ പറ്റിയ? അവിടെ എല്ലാവർക്കും ചൊവ്വാദോഷം. അതുകൊണ്ടാണ് ഞങ്ങള് നടത്താഞ്ഞ്. ഇപ്പൊ കേട്ടില്ലേടാ? പിന്നെ ഉണ്ടല്ലോ ഇതിനെ തല്ലിയാൻ റെഡിയാക്കണം മെനകെട്ടവനെ. കേട്ടോ? പെണ്ണ് ചൊവ്വ അല്ലെങ്കിൽ അങ്ങ് ചൊവ്വേ പോകേണ്ടി വരും കല്യാണം നടത്താൻ. ഒളിച്ചു നടത്തുക. മനസ്സിലായോ? ഒളിച്ചു നടത്തുകയാണ്. എന്റെ മാമ, ഈ കല്യാണത്തിൽ ഞാൻ കഴിച്ചോട്ടെ. ബാക്കി കാര്യങ്ങളിലേക്ക് മുഹൂർത്തം ആവുന്നുണ്ട്. വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. നിങ്ങൾ ഈ ഏരിയ വിട്ട് പുറത്തേക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ ഓക്സിജൻ എടുത്ത് കൂടെ ഇവിടെ അടങ്ങി ഒതുങ്ങിന്നോളട്ടാ. നന്നായി. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾക്ക് റേഷൻ കിട്ടിയത് ഓക്സിജൻ. പിന്നെ അതുകൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ടു. ഓക്സിജൻ റേഷനാ? അതെ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കളി വരുന്നു. മോനെ, നീ ഒരു കാര്യം അനുഭവിക്കേ. ഇപ്പൊ നിനക്ക് രക്ഷപ്പെടാൻ സമയമുണ്ട്. പേടകത്ത് കയറി നമുക്ക് പോകാം. കല്യാണം കഴിക്കണം. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ മുഹൂർത്തം തെറ്റിക്കരുത് പ്ലീസ്. മുഹൂർത്തത്തിന് തന്നെ നമ്മുടെ കല്യാണം നടക്കണം. ഓക്കെ. നമ്മളെ തിരുമേനി ഇപ്പം വിളിക്കാം. പൂജാരി വരുന്നുണ്ട്. ഹലോ പൂജാരി. ഞാനൊന്നും മിണ്ടില്ല. എല്ലാം നിന്റെ തോന്നിവാസം പോലെ. ഓക്കെ 1 2 3 4 ആൽഫ പ്ലീസ് കമ്മിങ്. ഓക്കെ കമ്മിങ്. ഇതൊക്കെ റാന്തലിങ് എടുത്തടാ. പച്ചത്തവള പാടത്തിറങ്ങി. എനിക്കാണ് ഈ തവളയുടെ തുട വലിയ ഇഷ്ടമാണ്. അയ്യോ, അത് തവളയല്ല. പിന്നെ ഞങ്ങളുടെ പൂജാരി. പൂജാരി റോബോട്ട് പൂജാരി. ഇതാണോ പൂജാരി? അതെ, ചന്ദ്രൻ അങ്ങനെയാണ്. റോബോട്ടാണോ പൂജാരി? റോബോട്ടാ പൂജാരി. ഭയങ്കര ചെലവായിരിക്കില്ല.
ഡെയിലി 50,000 രൂപ മതി. ആണോ? ഏ? 1,00,000 50,000 1,00,000 50,000. പെണ്ണുമ്പോൾ എന്റെ കളിക്കുന്നത് കേട്ടാ. എന്നെ പറ്റിക്കാൻ നോക്കണോ? ഭൂമിയുടെ കല്യാണം നടത്തിയിട്ട് എനിക്ക് 1,00,000 രൂപ. ആഹാ, ഇപ്പൊ എന്നെ പറ്റിക്കാൻ നോക്കണോ? അയ്യോ അങ്ങനെ പറയല്ലേ. ഭൂമിയിലെ കാശിന്റെ മൂല്യം അല്ല ഇവിടെ. ഭൂമിയിൽ 1,00,000 എന്ന് പറഞ്ഞാൽ ഇവിടെ 50,000 അത്ര ഉള്ള മൂല്യം. ആണോ? കോൾ ഗേൾ, കോൾ ഗേൾ, കോൾ ഗേൾ. ഓൾഗേളാ? അയ്യോ മൊത്തം നശിപ്പിച്ചു. ഇവിടെ നിനക്ക് നാണമുണ്ടോ ഇനി ഇവിടെ നിൽക്കാൻ? എന്താ മാമ? ആ തിരുമേനി കാൾഗേൾ എന്ന് വിളിച്ചപ്പോ വന്നത് കല്യാണ പെണ്ണാണ്. എന്നിട്ട് മനസ്സിലായില്ലേ? ഇല്ല. ഇവിടെ നീ കെട്ടാൻ പോകുന്നത് കോൾഗേളിനെയാണ്. ഈ കോളുകൾ പറഞ്ഞ പെണ്ണിനെ വിളി എന്നാണ് മാമ ഉദ്ദേശിക്കുന്നത്. അല്ല, അങ്ങനെയാണോ? Call girl. കാൾഗേൾ ശരിയാണല്ലോ. മനസ്സിലാക്കി. നീ മിണ്ടരുത് ഇവിടെ കുറച്ച് നേരത്തേക്ക്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ തമാശ പറഞ്ഞ സമയം കളയരുത്. മുഹൂർത്തം തെറ്റും. കല്യാണം കഴിക്കാം കേട്ടോ. കല്യാണം നോക്കാം, കല്യാണം നോക്കാം. താലി, 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 താലി. എന്തുവാടാ നീ വിളിച്ചത്? താലി കൊണ്ടുപോ, കിട്ടണ്ടേ? അതായിരുന്നു താലി എടുത്തു കൊടുക്കാൻ. ടോട്ടലി കൺഫ്യൂഷൻ ആകുവാണല്ലോ ഇവിടെ. സ്വർണ്ണമൊക്കെ എത്ര പോരാ? അതെ താലി കിട്ടാൻ വരട്ടെ. അതിനു മുമ്പ് എന്റെ ചെക്കിംഗ് ഉണ്ട്. എന്ത്? എത്ര സ്ത്രീധനം തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്? ഞങ്ങള് 101 പവന് ഒരു മാരുതി കാറും. ആ പുതിയതാ കേട്ടോ. 101 പവന് ഒരു മാരുതി കാറും. ഇതൊക്കെ യുഗത്തിനപ്പുറം കൊടുക്കുന്ന സ്ത്രീധനങ്ങളാണ് മാരുതി കാർ എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനായി. മാരുതി പോലും ഇപ്പൊ ഇവിടെ ഇല്ല. ഇവിടെ ഏത് ഔട്ട് ഓഫ് ഫാഷനാ? പിന്നെ നമ്മളങ്ങ് പറയുന്നേ ഉള്ളു. ആ നാട്ടു നടപ്പനുസരിച്ച് പറയുന്നേ ഉള്ളു. അപ്പൊ 101 പവൻ. എന്നാലും എനിക്കത് അങ്ങോട്ട് വിശ്വാസം പോരാ. എന്ത്? 101 പവൻ ഉണ്ടോന്ന് എനിക്ക് കൃത്യമായിട്ട് എന്റെ മരുമോന് തെറ്റുപറ്റാൻ പാടില്ല. കൃത്യമായിട്ട് ഭൂമി പോയി 101 പവനും ഞങ്ങള് വാങ്ങിയിട്ടാ വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് തൂക്കി നോക്കണ്ടേ? മാമ തൂക്കൊക്കെ മാമന്റെ ത്രാസ് വല്ലതും ഉണ്ടോ? ഉണ്ടടാ. ഞാൻ ചുമ്മാ വടി പിടിങ്ങിയ പോലെ ഇനി വന്നാണെന്ന് നിന്നെ പോലെ കിഴങ്ങനാണെന്ന് നീ വിചാരിച്ചോ? എല്ലാ സാധനമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പുള്ളി ഏത് കല്യാണം വിളിച്ചെന്നാലും ത്രാസായിട്ട് പോകും. പിടിച്ചേ. കല്യാണം മുടക്കണമല്ലോ. ഇനി അമ്മാവന്റെ സമാധാനം വരട്ടെ. കൊണ്ടുവാ. അവിടെ കൊണ്ട് തൂക്കുതാ. എന്നാ ഞാൻ തൂക്കാം. എന്നാ പിടി. വെയ് തൂക്ക്. ആ കളിപ്പിക്കാൻ നോക്കണ്ട. ഇത് 25 പവനേ ഉള്ളൂ. പേടകത്ത് കയറി നമുക്ക് പോവാം. അതെ, അത് നോക്കി. ഇവിടെ ഗ്രാവിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഗ്രാവിറ്റി കുറെ നേരം കൊണ്ട് ഞാൻ കേൾക്കുന്നു. ഗ്രാവിറ്റി അതല്ല, ഈ ഭൂമിയിലെ 4-1 തൂക്കം ഇവിടെ കിട്ടുള്ളൂ. ആര് പറഞ്ഞു? അങ്ങനെ ഉള്ളു എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് ഇവിടുത്തെ 101 പവൻ വേണം. അങ്ങനെയാണെങ്കിൽ മാമ എങ്ങനെങ്കിലും ഒരു കല്യാണം നടത്തണം മാമ. കൂട്ടോനെ കല്യാണം മാമ മുടക്കി. ഇതെങ്കിലും എനിക്ക് നടത്തണം മാമ. എനിക്ക് ഇവരോട് പറയാൻ. നീ കേട്ടോ നീ കേട്ടോ താലി കേട്ട്. താലി കെട്ട് മാമൻ അങ്ങനെ പിന്നെ അനുഭവിച്ചോണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വേഗം താലി കെട്ട് അല്ലേ ഇപ്പൊ അങ്ങനെ താലി മുഹൂർത്തം പറ്റും. താലി കൂടെ ഇവിടുത്തെ 101 പവൻ കിട്ടിയിട്ട് ഈ കല്യാണം ഞാൻ തമ്മിൽ. മുഹൂർത്തം കഴിയുമെന്ന്. കല്യാണം മതി. എന്താ കല്യാണം മതി? അയ്യോ ലൈറ്റ് പോയി. ലൈറ്റ് അടച്ചത് കറണ്ട് പോയാ? അതോ എന്റെ കണ്ണടിച്ചു പോയതാണോ? അല്ല, ലൈറ്റ് പോയി. ഞാൻ നിങ്ങളോടൊക്കെ അന്നേരം പറഞ്ഞതല്ലേ മുഹൂർത്തം തെറ്റാതെ കല്യാണം നടത്തണം. മുഹൂർത്തം തെറ്റി എല്ലാം കുളമായി. ഇതെന്താ ഇരുട്ടായത്? ഇനി ഇവിടെ 14 ദിവസം എന്ന് പറയുന്നത് രാത്രിയാണ്. രാത്രിയിൽ എങ്ങനെ കല്യാണം നടത്തും? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അതെ, നടക്കും പിള്ളേരെ. നിങ്ങൾ എങ്ങോട്ട് പോകും? എങ്ങനെ പോകും? നിങ്ങൾക്കറിയോ, ഇനി 14 ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ -200 ഡിഗ്രി തണുപ്പാ. ഇവിടെ ഒരു പേടകവും മാത്രമല്ല ഒരു സാധനങ്ങളും വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ എങ്ങനെ പോകും? ഒരു സാധനം വർക്ക് ചെയ്യില്ലേ? അപ്പൊ ഇവന്റെ ഫസ്റ്റ് നൈറ്റ് പൊളിയുമല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. അത്ര ഭയങ്കര തണുപ്പാണെങ്കിൽ നമുക്കൊക്കെ ഓരോ പെണ്ണും കെട്ടി ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ? മാമ കൂമൻ.